നല്ല എനർജി തരുന്നൊരു ഫ്രൂട്ട്സ് സ്മൂത്തിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. മിക്സഡ് ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 15 ബദാമും 8 കശുവണ്ടിയും വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ആപ്പിളും പിന്നെ ഒരു മാങ്ങയുടെ പകുതിയും 8-9 കുരുവില്ലാതെ മുന്തിരി എടുത്തിട്ടുണ്ട്. കുരുവുള്ള മുന്തിരിയാണെങ്കിൽ കുരു കളഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഈ ഫ്രൂട്ട്സും നട്ട്സും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാല് ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1 കപ്പ് പാല് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി വീണ്ടും ഇതിലേക്ക് 1 കപ്പ് കൂടി പാല് ചേർക്കുക. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വരെ വിപ്പിംഗ് ക്രീമും ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ വാനില ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റായി കിട്ടും. ഒന്നുകൂടി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.